പിന്നെ നമ്മൾ ഇന്നത്തെ ജീവിതത്തിൽ ഇന്നത്തെ ലോകത്തിൽ നമ്മളെന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ അറിവുകൾ. പിന്നെ ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മുടെ ഹെൽത്ത് തന്നെയാണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു 60 എത്തുമ്പോഴേക്കും, 60 പറയണ്ട, ഒരു 20 മുതൽ 30 വരെ നമുക്ക് നല്ല ആരോഗ്യമാണ്. എന്തും എടുത്ത് മറിക്കാനുള്ള ആരോഗ്യം നമുക്ക് തോന്നും, ചെയ്യുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഇഫക്റ്റ്, ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ശീലം ഉണ്ടായിരുന്നു. വാതിൽ കൊട്ടി അടക്കുമ്പോൾ മുട്ടുംകാല് വെച്ചിട്ട് കൊട്ടി അടക്കും. ആ വാതിൽ ഇത്തിരി ടൈറ്റായിരുന്നു ഞാൻ ജീവിച്ച വീട്ടിൽ. അപ്പോൾ മുട്ടുകാല, അപ്പോൾ അന്ന് എൻ്റെ മുതിർന്നവർ പറയും മുട്ടുകാലം കൊണ്ട് അടിക്കലേ എന്ന് പറയും. പക്ഷെ എനിക്ക് അത് ഒരു പ്രശ്നമായിരുന്നില്ല, മുട്ടുവേദനയും ഉണ്ടാവാറില്ല. പക്ഷെ അത് ശേഷം ഞാനൊരു 35-40 എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് അവർ പറഞ്ഞിരുന്നത് എന്താണെന്ന്. അത് കഴിഞ്ഞു ഒരു 38-39 വയസ്സാകുമ്പോൾ ഏറെക്കുറെ ഞാൻ പലർക്കും കണ്ടിട്ടുണ്ട്, അവരതുവരെ ഓടിയിരുന്ന പേസിൽ പിന്നെ അവർക്ക് ഓടാൻ പറ്റില്ല, അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം നടുവേദന അല്ലെങ്കിൽ കാലുവേദനയൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ നമ്മുടെ ഒരു ഒരു കുറച്ച് നമ്മുടെ പേസ് കുറക്കും. ഇപ്പം ഞാനൊക്കെ ഇത്തിരി വെയിറ്റ് കുറച്ചു. ആദ്യം ഞാൻ വളരെ സ്ലിമ്മായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് വെക്കാൻ തുടങ്ങി. പിന്നെ ഒരു 40 എത്തിയപ്പോൾ അത്രയും വെയിറ്റ് കൊണ്ട് നടക്കുന്ന ശരിയാവില്ല എന്ന് മനസ്സിലായി. ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം. അപ്പോൾ എനിക്കാണെങ്കിൽ കുട്ടികളൊക്കെ അന്ന് തീരെ ചെറുതാണ്, എനിക്ക് ലേറ്റായിട്ടാണ് മക്കളുണ്ടായത്. അപ്പോൾ എനിക്ക് അവരുടെ കൂടെ വളരണം, അല്ലെങ്കിൽ അവരെ വളർച്ച ഞാൻ കാണണം. അപ്പോൾ ഞാൻ ഫാറ്റി ലിവറിനെ ഒഴിവാക്കാനായിട്ട് പല ഭക്ഷണവും ഒഴിവാക്കി, എസ്പെഷ്യലി ബീഫ്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു 50കളിലെത്തിയപ്പോൾ നടത്തത്തിൻ്റെ പേസ് മാറി. ആയത് പണ്ട് എനിക്ക് നല്ല സ്പീഡിൽ നടക്കാം, പക്ഷേ ആ സ്പീഡിൽ എനിക്ക് എപ്പോഴും നടക്കാൻ പറ്റില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് അത്ര സ്പീഡിൽ നടക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ 60 എത്തുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? കണ്ണ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യണില്ല, ചെവിട് മര്യാദയ്ക്ക് വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഒരു മുറിയിൽ നിന്ന് ഒരു മുറിയിലേക്ക് വിളിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, എനിക്ക് ഡെസിഫർ ചെയ്യാൻ പറ്റുന്നില്ല എന്താ പറഞ്ഞതെന്ന്, ഒക്കെ എക്കോ അടിച്ച് കേൾക്കും. കണ്ണും അതുപോലെ തന്നെ. ഞാൻ വിചാരിച്ചു തിമിരത്തിൻ്റെ പ്രശ്നമാണെന്ന്, പക്ഷെ തിമിരല്ല, കണ്ണിന് കുറേശ്ശെ പവർ പോണതാണ്. പണ്ടേ ഷോർട്ട് സൈറ്റ് ഉണ്ട്. അത് ഷോർട്ട് സൈറ്റ് ഞാൻ മനസ്സിലാക്കിയത് കുട്ടിക്കാലത്തേ കാണുന്നുണ്ട് സ്റ്റാറിനെ. ആകാശത്ത് നോക്കുമ്പോൾ 5-6 മൂലകളുള്ള സ്റ്റാറിനാണ് ഞാൻ കുട്ടിക്കാലത്തെ കണ്ടിട്ടുള്ളത്. ഞാൻ ഒറ്റ ബിന്ദുവായിട്ട് സ്റ്റാറിനെ ഞാൻ കണ്ടിട്ടുണ്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഉപ്പയുടെ കണ്ണുടെ അടുത്ത് വെറുതെ വെച്ച് നോക്കിയപ്പോൾ ആ ദൂരെ സ്റ്റാറും ഒറ്റ കുത്തുകളായിട്ട്. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് സ്റ്റാർ, അല്ലെങ്കിൽ ബാക്കി ദൂരെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ഉമ്മേനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്നൊന്നും വെച്ചില്ല, അത് ഞാൻ 8ലോ ഒറ്റ പഠിക്കുമ്പോഴാണ്. കഴിഞ്ഞ് പ്രീ ഡിഗ്രി. അപ്പോൾ അക്കാലത്ത് കണ്ണട വെച്ച പെൺപിള്ളേരെ കെട്ടാൻ ആൾക്കാർക്ക് താല്പര്യമില്ല എന്നുള്ളത് എൻ്റെ ഉമ്മയ്ക്ക് അറിയാം. അപ്പോൾ ഉമ്മ അത് സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നില്ല. ഉമ്മയതെ ഉപ്പയതെ, കണ്ണട വയ്ക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് തീരെയും ബോർഡ് കാണാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഡിഗ്രിക്കൊക്കെ ആയപ്പോൾ ഞാൻ റെഗുലറായി കണ്ണട വെച്ചു. എന്നാലും വീട്ടിൽ ഞാൻ കണ്ണട വയ്ക്കണ്ടായിരുന്നില്ല. പിന്നെ മകൻ ജനിച്ചു. മകന് കണ്ണടമേലായിരുന്നു. 3 കണ്ണട പൊട്ടിയപ്പോൾ ഞാൻ കണ്ണട വയ്ക്കൽ നിർത്തി. പക്ഷേ കണ്ണട ഇല്ലെങ്കിലും എനിക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഞാൻ പിന്നെ ആ കാലങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ആ കാലം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സെക്യൂർഡ് ആയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. കുട്ടികളും വീടും ഞാനും ആ ഒരു രീതിയിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. പുറം ലോകമായിട്ട് കാര്യമായിട്ട് അടുപ്പമില്ല. പിന്നെ നമുക്ക് സമയവും ഇല്ല അതിനൊന്നും. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അവരൊക്കെ ഒരു 5-6 എത്തിയപ്പോഴാണ് ഞാൻ, അതായത് 10 കൊല്ലം. മോൻ കണ്ണട 1 വയസ്സുള്ളപ്പോൾ പൊട്ടിച്ചത്. പിന്നീട് 10 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ കണ്ണട വീണ്ടും കണ്ണ് പോയി ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ പവറൊന്നും മാറിയിട്ടില്ല. ഡോക്ടറിനും അത്ഭുതമായി, എനിക്കും അത്ഭുതമായി. അന്ന് മുതൽ വീണ്ടും കണ്ണട വെച്ച് തുടങ്ങി. പക്ഷെ വീട്ടിൽ വന്ന കണ്ണട വയ്ക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ 2 സെറ്റ് കണ്ണട കൊണ്ട് നടക്കുകയാണ്. കാരണം ഒരു സെറ്റ് ബാഗിൽ വെക്കും, കാരണം മറ്റേ സെറ്റ് ഉപയോഗിക്കുന്ന കണ്ണട എവിടെ വെച്ചെന്ന് മറന്നു പോകണം. അപ്പോൾ അത് തപ്പിയെടുക്കാൻ കണ്ണ് കാണണ്ടേ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണടയുടെ ഫ്രെയിമൊക്കെ സ്ലിം ആകുമ്പോൾ, അപ്പോൾ ഇപ്രാവശ്യം കണ്ണട മാറ്റിയപ്പോൾ ആ ബ്യൂട്ടിയൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത്തിരി വീതിയുള്ള ഫ്രെയിം തന്നെ എടുത്തു. അപ്പോൾ രണ്ടിനും എനിക്ക് വീതിയുള്ള ഫ്രെയിമുണ്ട്. അപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും വെച്ചാൽ തന്നെ എനിക്ക് ഏറെക്കുറെ കാണാൻ പറ്റുന്നുണ്ട്.
ഞാൻ കണ്ണുമ്മ വെച്ചിട്ടില്ലെങ്കിലും. എന്നാലും ഞാൻ ബാഗിൽ എപ്പോഴും ഒരു കണ്ണട വെക്കും. കാരണം പുറത്ത് പോയിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണടയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫ്യൂസ് പോയ പോലെ ആവും. അങ്ങനെയൊക്കെയാണ് 60 വയസ്സിലെ കാര്യങ്ങൾ.